ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നു ചേരുകയാണ്. എന്തുകൊണ്ടും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരു ചതുഷ്കോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം, മീഡിയ നെറ്റിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് ഭാഗവാക്കാകുന്ന ഒരു തെരഞ്ഞെടുപ്പേ അല്ല. എങ്കിൽ പോലും നമ്മളെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ CS നാസർ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിമാലി ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ്. സ്വാഗതം സർ. ഏറെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 19 നടക്കാൻ പോകുന്നത്. അങ്ങേക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലാണ് നടക്കുന്നത്. 2 പ്രമുഖ സ്ഥാനാർത്ഥികൾ, 3 സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ തീർച്ചയായിട്ടും 3 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് PV അൻവറിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വളരെ പ്രമുഖമായ 3 മുന്നണികൾ മത്സരിക്കുന്ന ഒരിടമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങ് 2-3 ദിവസം നിലമ്പൂർ ഉണ്ടായിരുന്നു, അങ്ങും സുഹൃത്തുക്കളും എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണ് അങ്ങേ തന്നെ ചർച്ചയ്ക്ക് വിളിക്കാം എന്ന്. എന്താണ് ഈ ആദ്യം അവിടെ നടക്കുന്ന സംഭവ വികാസത്തിലേക്ക് പിന്നീട് വരാം. ആദ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം? ശരിക്കും നിലമ്പൂരിൽ 19-ാം തീയതി നടക്കുന്ന ബൈ ഇലക്ഷൻ നിലമ്പൂർ ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനാധിപത്യ വിശ്വാസികൾ പരസ്പരം പങ്കുവയ്ക്കുന്നൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടി പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ നിലപാടുകൾക്കും നീതി നിഷേധങ്ങൾക്കുമെതിരെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന PV അൻവർ, ആ PV അൻവർ ഒരു പുതിയ ചരിത്രം രചിക്കുവാൻ പോവുകയാണ് എന്ന ഒരു അഭ്യൂഹം വരുത്തിക്കൊണ്ടാണ് UDF-ലേക്കുള്ള പ്രവേശനം ആഗ്രഹിച്ചത്. UDF-നെ ഹൈജാക്ക് ചെയ്യാമെന്നുള്ളതിലേക്ക് ഒരു വിശേഷം സംജാതമാക്കിയത്. അതിൻ്റെ ആത്യന്തികമായിട്ട് അയാളുടെ രാജിയിൽ കലാശിച്ചത് ഈ 8-9 മാസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാലാവധിക്ക്, അടുത്ത 2026 ഏപ്രിൽ മാസം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു അവസ്ഥ ഉള്ളപ്പോൾ 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഒരു MLA ആയി ഇരിക്കേണ്ട, ആര് ജയിച്ചാലും ഇരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം സംജാതമാക്കിയതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ നയത്തിൻ്റെയും അതോടൊപ്പം 9 വർഷം സഞ്ചരിച്ച PV അൻവറിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളുടെ ബാക്കി പത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാജി വെച്ച് കഴിഞ്ഞുള്ള ഒരു 1.5 കൊല്ലക്കാലത്തെ കാലയളവ് ബാക്കിയുണ്ടെന്നിരിക്കെ, ആ കാലയളവ് സുരക്ഷിതമായി MLA ആയി തുടരാമെന്നിരിക്കെ എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാട്? നമുക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ പരാമർശിക്കാൻ, ഞാൻ അത്ര രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അയാളുടെ സമീപനത്തെ കണ്ടിട്ടില്ല. 1. 2, തെക്ക് ഒരു PC ജോർജ് ഉദയം ചെയ്ത് അസ്തമിച്ചതുപോലെ വടക്ക് ഒരു അഭിനവ PC ജോർജ് ഉണ്ടാവുകയും, ഈ PC ജോർജിൻ്റെ ഇനിഷ്യൽ തന്നെ P-യിലാണ് തുടങ്ങുന്നത്. അതേ ഇനിഷ്യലുകാരനാണ് അൻവർ. അപ്പോൾ ഇതൊരു ദുരന്ത പര്യവസായിയായ, ഒരു സമയത്ത് കേരളത്തിലെ ശ്രാവ്യ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും എല്ലാം തലക്കെട്ടുകൾ അപഹരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് നമുക്കറിയാം. ഒരു 5-6 വർഷം മുമ്പ് UDF-ൽ നിൽക്കുമ്പോൾ ഇതേ നിലപാട് സ്വീകരിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പുകഴ്ത്തി പാടുകയും ചെയ്ത PC ജോർജിൻ്റെ മറ്റൊരു അവതാരമായിട്ടാണ് ഇപ്പോൾ PV അൻവർ വന്നിരിക്കുന്നത്. ആ PV അൻവറും ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത് ഈ വരുന്ന 23-ാം തീയതി രാഷ്ട്രീയ കേരളം കാണാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ ഒരു വലിയ പങ്ക്, ആദ്യം LDF-നോട് പടവെട്ടി സമരരംഗത്ത് നിൽക്കുകയും, അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അദ്ദേഹത്തിൻ്റെതായ തട്ടകത്തിൽ കാലുറപ്പിച്ച് നിൽക്കുകയും, അതിന് വാർത്താമാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അത് UDF-ന് മുതലാക്കാമായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ UDF-മായി പലവട്ടം അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാവുകയും UDF-ന് ആദ്യമുണ്ടായിരുന്ന വലിയൊരു മേൽക്കൈ PV അൻവറിലൂടെ നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ വർത്തമാന മാധ്യമങ്ങളെല്ലാം വർത്തമാനകാല രാഷ്ട്രീയത്തെയൊക്കെ അകലെ ഇരുന്ന് നിരീക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ PV അൻവർ UDF-ന് ഉണ്ടാക്കി കൊടുത്ത മേൽക്കൈ
എവിടെയൊക്കെയോ ഉണ്ടായ ചർച്ചയിലോ അല്ലെങ്കിൽ ആശയപരമായ സംവാദത്തിലോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിന്റെ പ്രത്യാഘാതം UDF ഉണ്ടായോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അതിനകത്ത് അവര് മോശക്കാരാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ PV അൻവർ മുന്നോട്ട് വച്ച, PV അൻവർ ആഗ്രഹിക്കുന്ന, PV അൻവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു പ്രസ്ഥാനത്തിന്റെ UDF പോലെയുള്ള വലിയൊരു പ്രസ്ഥാനം അവന്റെ കാൽച്ചുവട്ടിൽ ചെന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും അത്തരം ഒരു മേൽക്കൈ PV അൻവറിന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ ഞാൻ ബഹുമാന്യനായ ഇടുക്കിയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് PV സ്കറിയയും അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിരവധി വർഷം പ്രവർത്തിച്ച ജേക്കബ് പോൾ പുല്ലനും ഒക്കെ ഒന്നിച്ചാണ് ഞങ്ങൾ ഈ നിലമ്പൂരിൽ യാത്ര നടത്തിയത്. നിലമ്പൂരിലെ 4-5 പഞ്ചായത്തുകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഞങ്ങൾ അവിടെയുള്ള സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവിടുത്തെ UDFന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ പ്രവർത്തകരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അകലെ നിന്ന് വരുന്നവരോട് ആശയവിനിമയം നടത്തുമ്പോൾ ഒരു അല്പം ആത്മാർത്ഥത സ്വാഭാവികമായി നാട്ടുകാർ കാണിക്കും എന്നുള്ള ഒരു സാമാന്യ മര്യാദ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ റീഡിംഗ് അനുസരിച്ച് ഒരിക്കലും PV അൻവർ UDFന്റെ ഭാഗമായിട്ട് ആയിരുന്നു നിന്നത് എങ്കിൽ വിലപേശൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് UDFന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 3 സീറ്റ് കൊടുക്കണമെന്നും അയാളെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആക്കണമെന്നും അയാൾ നിർദ്ദേശിക്കുന്ന ആളെ വനം മന്ത്രി ആക്കണമെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും കേരളത്തിലെ പൊളിറ്റിക്സിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോലും എന്തൊരു നാണക്കേടാണ്. തന്നെയല്ല UDFന്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം തീരുമാനിക്കുന്നു പറഞ്ഞു. യെസ്, UDFന്റെ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് ജോയി ആകണോ അല്ല ആര്യാടൻ ഷൗക്കത്ത് ആകണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ അവസാന വാക്ക്. അങ്ങനെ ഒരു വ്യക്തിയൊന്നും കേരളത്തിലെ ഇടതുപരത പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയില്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ആലത്തൂർ മത്സരത്തില് ഈ നിറം മനസ്സിലായതല്ലേ വളരെ വ്യക്തമായി. അന്ന് ആ മൈൽ സ്റ്റോൺ ആയിരുന്നു, ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അന്ന് അവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാവുന്ന ഒരു ബാന്ധവമോ ആയിരുന്നല്ലോ അത്. ഞാനത് കേരളത്തിലെ ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമല്ല അത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എതിരാളികൾ, എതിരഭിപ്രായമുള്ളവർ അല്ലെങ്കിൽ പ്രതിഷേധമുള്ളവരെ എല്ലാം ചേർത്ത് പിടിക്കുക, ജനാധിപത്യ സമ്പ്രദായത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏതൊരു മുന്നണിയുടെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ആവശ്യം എന്നുള്ളത് കൊണ്ട് ഇത്തരം നിർബന്ധിത സാഹചര്യം ഉണ്ടായിക്കാണ്. പാലക്കാട് അയാൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്ഥാനാർത്ഥിയുമായിട്ടൊരു പര്യടനം പാലക്കാട് കോട്ടമൈതാനിയിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അവസാനിപ്പിക്കുന്നു. ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ അയാൾ അവിടെ ഒരു ഷോ വയ്ക്കുന്നു. ആലത്തൂർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പിടിച്ച് അയാളുടെ പാർട്ടിക്കാരനാക്കുന്നു, അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ അതിനുശേഷവും ചില തിരുത്തലുകൾക്ക് വിധേയമാകും എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നയം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ഈ പിണറായി വിജയനെ പോലെ എന്തൊക്കെ പറഞ്ഞാലും ശക്തനായ ഒരു നേതാവാണല്ലോ അദ്ദേഹം. എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെ പറഞ്ഞാലും വളരെ ശക്തനായ പാർട്ടിയിലും നാട്ടിലൊക്കെ ശക്തനായ ഒരു നേതാവെന്നാണ് അറിയപ്പെടുക പൊതുവെ. അദ്ദേഹത്തോട് എതിരിട്ട് നിൽക്കാൻ ശേഷിയുള്ള അൻവർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന അൻവർ UDFൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ നിൽക്കുമെന്നായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിന്, ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മേൽത്തട്ടിലിരിക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമോ അനുഭാവമോ PV അൻവറിന്റെ കടന്നുവരവിനുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ ആളുകൾ, സാധാരണ പ്രവർത്തകരായിട്ടുള്ള സോഫ്റ്റ് കോർണർ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സോഫ്റ്റ് കോർണർ, ഒരു മൃദുലമായ സമീപനം എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പാർട്ടിയിൽ അങ്ങനെ വരുന്നത്? ഒരു പക്ഷേ അയാൾക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ ഒരു പിൻബലവും സാമ്പത്തിക പശ്ചാത്തലവും, പിന്നെ 9 വർഷക്കാലം ഒരു പ്രദേശത്തിന്റെ MLA, 9 വർഷക്കാലം. അത് കൂടുതൽ കോണ്ടാക്ട് ഉണ്ടാകുന്ന LDF ആയിട്ടല്ലേ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ആ LDF ബാന്ധവത്തിലൂടെ MLA ആവുകയും MLA ആയി 9 വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഒരു ബന്ധം ഒരു പക്ഷേ ആ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എതിരാളികളെ ചേർത്ത് നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അയാളുടെ എത്തിക്സ് പരിഗണിക്കുമ്പോൾ 100% തള്ളിക്കളയേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് LDFന് വിനയായി ഭവിക്കുമോ? അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ അളവുകോലായി മാറുമോ ഈ ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ, ഞങ്ങള് എടക്കര, പോത്തുകല്ല്,
വഴിക്കടവ്, നിലമ്പൂരിന്റെ പ്രാന്തപ്രദേശങ്ങൾ, ചുങ്കത്തറ. നിലമ്പൂർ മുനിസിപ്പാലിറ്റീസ്, അങ്ങനെയുള്ള ഒരു 3-4 പഞ്ചായത്തുകളിൽ കാർഷിക മേഖല എന്ന് വെച്ചാൽ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും കൂടുതൽ അധിവാസമുള്ള മേഖലയിലൂടെ എല്ലാം പോയി കറങ്ങി വന്നപ്പോൾ അവരുടെ സംസാരത്തിൽ ഇദ്ദേഹം എവിടെയെങ്കിലും നിൽക്കണമായിരുന്നു, ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. നിരന്തരമായി പാർട്ടി മാറുന്നു, നിരന്തരമായി പാർട്ടി ഉണ്ടാക്കുന്നു. ആദ്യം DMK ഉണ്ടാക്കി, DMKയുടെ കൊടിയും മേടിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്ന് വരുന്നു. ചെന്നൈയിൽ നിന്ന് തിരിച്ച് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും അവർ DMKക്കാർ ഇവരെ പിൻവലിക്കുന്നു. അത് കഴിഞ്ഞ് മമതാ ബാനർജിയുടെ ആളാകുന്നു. അതിന് പിന്നെ സ്വന്തം പാർട്ടി ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു ചാഞ്ചല്യത്തിന്റെ എന്ന് വെച്ചാൽ നമുക്ക് പരിചിതമല്ലാത്ത എന്തും ആകാം എന്നുള്ള ആ ഒരു നിലപാടിനോടൊന്നും സാധാരണ ജനങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല. നമ്മളിപ്പോ സാറ് നിങ്ങൾ നിലമ്പൂർ ചെന്നാൽ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അയാൾ അവിടെ ചിത്രത്തിലില്ല. നിലവിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ ബൈ ഇലക്ഷനിൽ PV അൻവറിനും NDAക്കും നിലമ്പൂരിന്റെ ഇലക്ഷൻ ചിത്രത്തിൽ സ്ഥാനമേ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിടാം. കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. സ്വരാജ് എന്ന് പറയും, തീർച്ചയായിട്ടും എം സ്വരാജ് ഈ LDFന്റെ ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? LDFനെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അവര് സ്വരാജിനെ 2010 ഞാൻ അവിടെ ഒരു ചായക്കടയിൽ കയറി വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു കൈലിമുണ്ടെടുത്ത് ഒരു ബട്ടൺസ് പൊട്ടിയ ഒരു ഷർട്ടും ഇട്ട് ഒരു തോളത്തൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനായ ആളോട്, കൂലിപ്പണിക്കാരൻ. അപ്പൊ അവരുടെയൊക്കെ ചർച്ചയിൽ അവരിൽ നിന്ന് വന്ന ഒരു കാര്യം, 2010 ശേഷം സ്വരാജ് എന്ന് പറയുന്ന കക്ഷി അവിടുത്തെ ഒരു പ്രാദേശികമായി നടക്കുന്ന ഒരു സമ്മേളനത്തിൽ, പാർട്ടി സമ്മേളനത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അയാൾക്ക് ജന്മം നൽകിയ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു താലൂക്കായ കുഞ്ഞാലിയെ പോലുള്ള വിപ്ലവകാരികളായ ഒരു ധീര രക്തസാക്ഷികളുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സുപ്രധാനമായ പാർട്ടി ഏരിയ സമ്മേളനത്തിലോ അല്ലെങ്കിൽ പാർട്ടി സംഘടിപ്പിക്കുന്ന ബഹുജന പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത ആളാ. 2010 അന്വേഷി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ വാക്കിന് ഏറ്റവും അർഹതയുള്ള സ്വരാജ് എന്ന് പറയുന്ന കക്ഷി എറണാകുളത്തിന് താമസം മാറ്റി 2010 എറണാകുളം ടൗണില് ഏറ്റവും കൊള്ളാവുന്ന നല്ലൊരു ഫ്ലാറ്റില് ജീവിതം ആരംഭിച്ച് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് K. ബാബുവിനെ പരാജയപ്പെടുത്തി 5 വർഷക്കാലം തൃപ്പൂണിത്തറ MLA ആയി ഇരുന്ന് അതിനുശേഷം 2021 ഇലക്ഷനിൽ K. ബാബുവായിട്ട് മത്സരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് വീണ്ടും ഈ എറണാകുളംകാരനായി മാറി. അതിനുശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു. തിരുവനന്തപുരവും കൊച്ചിയും പുള്ളിയുടെ പ്രവർത്തന മേഖലയായി മാറി. അതിനുശേഷം 15 വർഷം കഴിഞ്ഞ് ഞാൻ ഈ നാടിന്റെ സന്തതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പാട്ടും കഥാപ്രസംഗവും ഒക്കെ ആയിട്ട് ചെന്നാൽ അങ്ങനെ അദ്ദേഹം പക്ഷേ കറ തീർന്ന ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ, കാര്യത്തിൽ സംശയമില്ല. ഷൗക്കത്ത് ഒരു കറ തീർന്ന നേതാവിൻ്റെ മകനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കലയും സാഹിത്യവുമായിട്ടുള്ളൊക്കെ ബന്ധം, സിനിമയുമായിട്ടുള്ളൊരു ബന്ധം ഒരു കലാകാരൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് സത്യത്തിൽ എന്തെങ്കിലും അതൊരു ദോഷമല്ലെങ്കിൽ പോലും രാഷ്ട്രീയ കേരളം അതിനെ ഒരുപക്ഷെ അല്പം പിന്നാമ്പുറത്ത് വീക്ഷിക്കുമോ? ഒരിക്കലുമില്ല. നിലമ്പൂരിനൊരു ചരിത്രമുണ്ട്. ഏറനാടൻ രാഷ്ട്രീയത്തിൽ, ഏറനാടൻ ചരിത്രത്തിൽ, ഏറനാടൻ സംസ്കൃതിയിൽ സാറേ ഒരു കാര്യം, നിലമ്പൂർ എന്ന് പറയുന്ന മണ്ണിൽ നിന്ന് കേരളത്തിലെ നാടക ചലച്ചിത്ര രംഗത്തേക്ക് ഒരു 6-7 പതിറ്റാണ്ട് മുമ്പ് കടന്നു വന്നൊരു മുസ്ലിം സ്ത്രീയുണ്ട്, നിലമ്പൂർ ആയിഷ. 60 വർഷക്കാലം മുമ്പ് അല്ല, ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പോലും ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു യുവതി സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാമുദായികമായ ഒരു മതിലിനകത്താണ് ഇപ്പോൾ മതിലിനകത്ത് അല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഇറങ്ങി പുറപ്പെടാൻ അത്തരം കാര്യങ്ങളിൽ കലാസാഹിത്യ രംഗത്തേക്ക് ഒരുപാട് എഴുത്തുകാര്, ഒരുപാട് അഭിനേതാക്കള്, ഒരുപാട് കഥാപ്രസംഗക്കാര്, ഒരുപാട് പാട്ടുകാര്. നിലമ്പൂരിന് ഒരു വലിയ ചരിത്രമുണ്ട്, സാംസ്കാരിക ചരിത്രമുണ്ട്. അതിലാണ് അവിടെയാണ് ആ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗം. ഞാൻ ചോദിക്കട്ടെ സാറേ, നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത്, നിലമ്പൂർ പഞ്ചായത്ത്, നിലമ്പൂർ ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ്, നിലമ്പൂർ പഞ്ചായത്തായിരിക്കുമ്പോൾ 3 തവണ നിലമ്പൂർ പഞ്ചായത്തിന് പ്രസിഡന്റായ ആള് ആര്യാടൻ ഷൗക്കത്ത്. പ്രഥമ മുനിസിപ്പാലിറ്റി ആയി മാറ്റിയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പ്രഥമ മുനിസിപ്പൽ ചെയർമാനാണ്. അപ്പൊ ഒരു കലാകാരനാണ്,
അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സംസ്കൃതിയുടെയും ഒക്കെ ചെയർമാനായിട്ട് അടിമാലിയിലൊക്കെ പല പരിപാടികളായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഒരു മതേതര ചിന്താഗതിയുള്ള, മാനുഷിക കാഴ്ചപ്പാടുള്ള, ആളുകളെ ചേർത്ത് നിർത്താൻ കഴിവുള്ള, കലാപരമായിട്ട് നല്ല സാഹിത്യപരമായിട്ടൊക്കെ നല്ല ഭാഷയുടെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാറ് ഒരു ഇലക്ഷൻ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ഇതിൽ ഞാൻ ജയിച്ചോ തോറ്റോ എന്നതിനപ്പുറത്തേക്ക് എവിടെയാണെങ്കിലും ഞാൻ നിലമ്പൂർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ അകത്ത് എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്ന വാക്കാണ്, എല്ലാവരും പറയും. പക്ഷേ സ്വരാജിന് ഒരു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചാൽ അവിടെ നിൽക്കേണ്ടി വരും, തോറ്റാൽ എറണാകുളത്തേക്ക് വരേണ്ടി വരും. കാരണം പുള്ളി സെറ്റിലായി, ഇവിടെ എറണാകുളത്ത് സെറ്റിലായി. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിച്ചാലും തോറ്റാലും നിലമ്പൂരിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നത്, ഹൃദയത്തിൽ നിന്ന് പറയുന്നത്, നമ്മൾ കേട്ടു നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ആവേശവും ആ സത്യസന്ധതയും ഒക്കെ ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കലാകാരൻ മാത്രമല്ല ആ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഘടകമായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതാനും മാസങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം അഭിമുഖീകരിക്കുകയാണ്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, നിങ്ങൾക്കറിയാം. തൊട്ട് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. തീർച്ചയായിട്ടും ഇതൊരു ചൂണ്ടുപലക ആവേണ്ടതല്ലേ? UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാഷ്ട്രീയ അഗ്നി പരീക്ഷണമാണ്. കേരളത്തിലെ UDFന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കള് ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന ഡിസംബറിൽ പുതിയ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ അധികാരത്തിൽ വരുന്ന ഏപ്രിലിൽ 2026 ഏപ്രിലിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കണം. വരുന്ന മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരണം. അതിനു മുമ്പ് നടക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിലേത്. നിലമ്പൂരിൽ എന്നുള്ള തേരോട്ടം, ആ പടയോട്ടം അടുത്ത ഈ 2 സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഭരണ നേട്ടത്തിന്റെ ഒരു വിധിയെഴുത്താകും നിലമ്പൂർ എന്ന് ഇതുവരെയും എന്ന് വെച്ചാൽ നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ ഒരു വലിയ ദുരന്തമുണ്ട്. മലപ്പുറത്തും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള നാഷണൽ ഹൈവേ, അതിന്റെ ഒരു ദിവസം ഏതോ അമേരിക്കയിലുള്ള ഒരു കുടുംബം വന്ന് പിണറായി ആയിട്ട് സംസാരിക്കുന്നു. അവര് വളരെ ആശ്ചര്യപൂർവ്വം പറയുന്നു, ഞങ്ങൾ അമേരിക്കയിലൂടെയാണോ സഞ്ചരിച്ചതെന്ന് പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോയി എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ എല്ലാം ഒരു പിതൃത്വം പിണറായി വിജയനാണ്. ഇത്രയൊക്കെ ഉള്ളൂ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെ അതുപോലെ പിണറായി വിജയനെ ഹൈലൈറ്റ് ചെയ്ത ആ റോഡ്, ആ വഴി ഇന്ന് പെരുവഴിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എപ്പോഴാണ് ഇതെല്ലാം കൂടെ മറിഞ്ഞ് തലയിലേക്ക് വീഴുന്നതെന്ന് ഭയത്തോടു കൂടിയാണ് കണ്ണൂരുകാരും കാസർഗോഡുകാരും കോഴിക്കോടുകാരും യാത്ര ചെയ്യുന്നുള്ള അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ നിലമ്പൂരിലേക്ക് പോകണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പി, ഷൊർണൂർ വഴി പെരിന്തൽമണ്ണ വഴി പോകേണ്ട ഗതികേട് നിലമ്പൂരിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക സഖാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകനും. ഒരു ഭാഗത്ത് LDFന്റെ വേണ്ടിയിട്ട്, അതായത് ഇടതു മുന്നണിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു, അദ്ദേഹം വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ ക്രൗഡ് പുള്ളേഴ്സായ LDF നേതാക്കന്മാർ, മന്ത്രിമാർ 10-12 പേരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് AK ആന്റണിയെ പോലുള്ള ഒരു നേതാവ്, അതുപോലെ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള അവിടുത്തെ സ്ഥലത്തെ MP ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല? AK ആന്റണി ആരോഗ്യപരമായിട്ട് ഒരു പ്രചരണ രംഗത്തേക്ക് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലല്ല AK ആന്റണിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി ഇന്നും നാളെയും ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. ഈ 2 ദിവസം വെള്ളി ശനി ദിവസങ്ങളിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളുടെ വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ അപ്രതീക്ഷിതമായ ആ ദുരന്തം ഡൽഹിയിൽ കേന്ദ്രീകരിക്കേണ്ട അവസ്ഥ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരാണ് ഈ ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ തന്നെയുള്ളവരാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ നിൽക്കേണ്ടത് വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും 19 പബ്ലിക് പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം നിലമ്പൂർ ഉണ്ടാകും. കാരണം അത്രയേറെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ച് ഇവരുടെ വരവിനെ എതിരേൽക്കാനും അത് വലിയൊരു സംഭവമാക്കി മാറ്റുവാനും ഒക്കെ ഉള്ള വലിയ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ പ്രിയങ്ക മത്സരിച്ചപ്പോഴും രാഹുൽ ഗാന്ധി മലസരിച്ചപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വളരെ വമ്പിച്ച ഭൂരിപക്ഷമാണ് നേടിയത്. 65,000 60,000 മുകളിലായിരുന്നു.
ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു ഭൂരിപക്ഷമല്ല. ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്രയൊക്കെ യു ഡി എഫിന് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലം. ഒരുപക്ഷേ അത്ര ദേശീയ നേതാക്കൾ മത്സരിക്കുന്നതുകൊണ്ടും ഗാന്ധി കുടുംബത്തോടുള്ള ഒരു വൈകാരിക ബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും അത് സംഭവിക്കുന്നത്. പക്ഷേ ആ തരത്തിലേക്ക് ഈ ഒരു സംവിധാനത്തെ, യു ഡി എഫ് സംവിധാനത്തെ മാറ്റി തീർക്കുന്നതിൽ എന്തുകൊണ്ട് ആണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കാത്ത യു ഡി എഫ്? അതിൻ്റെ കെമിസ്ട്രിയെക്കുറിച്ച് ഞാൻ ഒരു ശാസ്ത്രീയമായി വിലയിരുത്താൻ ആളല്ല. കാരണം 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നത്. ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDF വ്യക്തമായ മേൽക്കൈ എന്നല്ല വൻ ഭൂരിപക്ഷമാണ് നേടിയത്. 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. 2019 ഏപ്രിൽ നടന്ന ആ ഇലക്ഷനിൽ ഡീൻ കുര്യാക്കോസിന് 1.25 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടിൽ ഭൂരിപക്ഷം കിട്ടിയിട്ട് 2021 ഏപ്രിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മൂവാറ്റുപുഴ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മൂവാറ്റുപുഴ സീറ്റ്, പിന്നെ തൊടുപുഴ സീറ്റ്, 2 സീറ്റേ കിട്ടുകയുള്ളൂ. ബാക്കി ഇടുക്കി ജില്ലയിലെ പീരുമേടും റേഞ്ച് മേഖലയിൽ ഒന്നും കിട്ടിയില്ല, കോതമംഗലം കിട്ടിയില്ല. അപ്പൊ ഈ ഇതിലൊക്കെ ഈ 2 വർഷം മുമ്പ് ഡീൻ കുര്യാക്കോസിന് കിട്ടിയ ആ ഒരു കണക്ക് 2 വർഷത്തിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുവാണെങ്കിൽ ഈ പറയുന്ന സീറ്റുകൾ മുഴുവൻ UDF നാണ്. പക്ഷെ അത് നിയമസഭാ ഇലക്ഷനും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP പോലുള്ള വർഗീയ വിഘടന ശക്തികളെ മാറ്റി നിർത്തുന്നതിന് ഇവിടുന്ന് പോകുന്ന 5-10 CPM-കാർ പോരാ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആവേശത്തോടു കൂടി തന്നെ കോൺഗ്രസിനെ അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ മതിലുകൾക്ക് അപ്പുറത്തുള്ള വലിയ ദേശീയ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അല്പം കൂടി രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലമാണ് പൊതുവെ ആളുകൾ ധരിക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണെന്ന്. പക്ഷേ 50% തൊട്ട് താഴെയാണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ വിഭാഗക്കാരും കൂടി 50%-ത്തിലധികം വരും ഉള്ളൊരു മേഖലയാണ് നിലമ്പൂർ. അപ്പോൾ അവിടെ ഈ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട്. അതിനകത്ത് ആക്ഷേപം കേൾക്കുന്നത് ഇരു മുന്നണികളും കേൾക്കുന്നുണ്ട്. ഒരു മുന്നണിക്കൊപ്പം PDP, ഒരു മുന്നണിക്കൊപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. രണ്ടും വർഗീയ നിറമാർന്ന പാർട്ടിയാണ്. സത്യത്തിൽ അങ്ങനെയാണ് പൊതുവെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതും പൊതുബോധത്തിൽ അങ്ങനെയാണ് അവരെ സംബന്ധിക്കുന്ന ഒരു ചിത്രമുള്ളത്. ഈ 2 സംവിധാനങ്ങളെ കൂടെ ചേർക്കുന്നതിലൂടെ ഇരു മുന്നണികളും വർഗീയതയെ പ്രീണിപ്പിക്കുന്നുണ്ടോ? സാർ, അത് നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഒരു പൊതുവായ ചർച്ചയാണ്. ഒരു മുഖ്യധാരയിലൊന്നും ഇല്ലാത്ത, പ്രാദേശികമായി പോലും വലിയ സ്വാധീനങ്ങളില്ലാത്ത ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ, PDP പോലെയുള്ള, നമുക്കറിയാം ഇവർക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം സ്വാധീനമുണ്ട്. അവർ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയപരാജയം തീരുമാനിക്കാനുള്ള ശക്തിയോ ശേഷിയോ അവർക്കുണ്ടോ? ഇതെല്ലാം പരിശോധിക്കും. മലയാളികൾ മാത്തമാറ്റിക്സും കൂടെ കറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ PDP, എൻ്റെ അഭിപ്രായത്തിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ PDP പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു LDF-ന് അതിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയാലുവായ ആളാണ് ഞാൻ. അതുപോലെ തന്നെ തിരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ഇത്തരം ആളുകൾക്കൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള പഞ്ചായത്ത് ഇലക്ഷനുകൾക്ക് ചിലപ്പോൾ സ്വാധീനിക്കാൻ കഴിയും. 50, 30, 20 വോട്ടുകളാണ് ഒരു വാർഡിൽ പരാജയം തീരുമാനിക്കുന്നത്. ഇവിടെയൊന്നും ഒരു കാരണവശാലും ഇത്തരം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ജയിച്ചാലും തോറ്റാലും ഇത്തരം ആളുകളുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഭാവിയിലുള്ള മതേതര കാഴ്ചപ്പാടിനെ ബാധിക്കില്ലേ എന്ന ആശങ്കയുള്ള ആളാണ് ഞാൻ. ലീഗിന് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അത് അവര് രാഷ്ട്രീയ ഭൂമികയാണ് മലപ്പുറം. കേരളത്തില് ലീഗ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന സംവിധാനം നിൽക്കുന്നതും ഒട്ടനവധി MLA-മാർ സംഭാവന ചെയ്യുന്നതും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അവിടെ മറ്റൊരു കക്ഷികൾ എന്ന് വെച്ചാൽ മുസ്ലിം നാമധാരികളോ അല്ലെങ്കിൽ മുസ്ലിം നാമധേയം ഉപയോഗിച്ചുകൊണ്ടോ രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുരംഗത്ത് നിൽക്കുന്നവരോ മറ്റു രീതിയിൽ UDF-നെയോ LDF-നെയോ ഒക്കെ സഹായിക്കാൻ വരുന്നതിനെ അവര് പ്രഥമ ദൃഷ്ടി നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ സമസ്തയുടെ നിലപാട് UDF-നെ ബാധിക്കുമോ? ഞാൻ അക്കാര്യത്തിൽ മറുപടി പറയാൻ ശക്തി എനിക്കറിയില്ല. എനിക്ക് സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തിന് മലബാറിന്റെ മേഖലയിൽ വലിയ സ്വാധീനമുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡിയിലല്ല. കാരണം അവർക്ക് ഒന്ന് നമ്മുടെ തിരുവിതാംകൂറിൽ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. സമസ്തയും ഇതുമായിട്ടൊന്നും നമ്മുടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയത്തിൽ
പ്രസക്തിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വടക്ക് എന്നാൽ സമസ്തയ്ക്ക് വലിയ ഉണ്ട് പ്രാധാന്യം എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഉണ്ട് എന്ന് ലീഗുമായിട്ട് പറയുമ്പോഴും പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും മഞ്ചേരിയിൽ അബ്ദുൾ സമദ് സമദാനിയെയും അതില് പി.ടി. മുഹമ്മദ് ബഷീറിനെ തോൽപ്പിക്കാനായിട്ട് വലിയ ഒരുക്കങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നടത്തിയെന്നും അയാളുടെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരുന്നതിലെങ്കിലും വലിയ സംഭാവന ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഈ പരാമർശിക്കപ്പെട്ട സംഘടനകൾ പറഞ്ഞു എങ്കിലും, പക്ഷെ പ്രത്യക്ഷത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഈ സ്ഥാനാർത്ഥികളെ ഒരു തരത്തിലും അത്തരം പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ലീഗുമായിട്ടൊരു അസ്വാരസ്യം പലപ്പോഴും സമസ്ത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരല്പം അഭിപ്രായ ഐക്യത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയോ ചില ഭിന്നത അവരിൽ നിന്നൊക്കെ പറയുന്നത് കേട്ടത് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വരും എന്നറിയാൻ വേണ്ടി. ഒരിക്കലും നിലമ്പൂരിന്റെ ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഈ ബൈ ഇലക്ഷൻ, ഈ ഉപതെരഞ്ഞെടുപ്പിലോ അതൊക്കെ അപ്രസക്തമായ ഘടകങ്ങളാണ് എന്ന് സാറ് ഒരു ദിവസം, സാറിന് അവിടെ കാളികാവൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്, ആദ്യമേ ജോലി കിട്ടിയത് അവിടെയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ടാണ് ആദ്യമേ സംവദിച്ചത്, അവർക്കാണ് ആദ്യാക്ഷരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്, അവിടെയായിട്ട് നല്ലൊരു ബന്ധമുള്ളതാണ്. ചുമ്മാ വിളിച്ചു നോക്കൂ, ഇനി അവിടം വരെ പോകുന്നത് അത്രയും ദീർഘയാത്ര പറ്റിയ ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ ഇത്തരം ആളുകളുടെ വലിയ പ്രസ്ഥാനങ്ങളുടെ, ഞാൻ അവരൊന്നും തള്ളിപ്പറയണം, മതപരമായിട്ടൊക്കെ വലിയ സ്വാധീനമുള്ള സംവിധാനങ്ങളാണ് അവര്. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ ഇടപെടലിൽ എല്ലാവരും അതിനെ ഉൾക്കൊള്ളുന്ന സാഹചര്യം സാധ്യത. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. ആദ്യമായി എനിക്ക് ജോലി കിട്ടുന്നത് എംപ്ലോയ്മെന്റിൽ നിന്നാണ്. 2-3 വർഷക്കാലം ഞാൻ ജോലി ചെയ്ത സ്ഥാപനം കാളികാവിനടുത്തായിരുന്നു. മാളിയേക്കൽ ഗവൺമെന്റ് UPS ആയിരുന്നു. അപ്പോൾ അവിടെയാണ് അതൊരു 10-22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സത്യത്തിലെ ജോലിയുമായി ഞാൻ ആ പ്രദേശത്ത്. അതുകൊണ്ട് നല്ല ഒരു ബന്ധം ആ നാട്ടുകാരുമായി, നല്ലൊരു സൗഹൃദം. ഇത്രയേറെ ആത്മാർത്ഥതയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം ആത്മാർത്ഥതയാണ്. ഇന്നും ആ സൗഹൃദം തുടരുന്നുണ്ട്. കാരണം എല്ലാ രംഗത്തും ഈ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റേറ്റുകാരെന്നാണ് നമ്മളെയൊക്കെ പറയുന്നത്. ഇവിടുത്തെ സ്റ്റേറ്റുകാരാണ് ചെല്ലുക എന്ന്. അത് ക്രിസ്ത്യൻ ആണെങ്കിൽ ചേട്ടന്മാരെന്നാണ് പറയുക. അങ്ങനെയൊക്കെ ചെല്ലുന്ന ആളുകളോട് അവരുടെ ഒരു സൗഹൃദവും അവരുടെ സ്നേഹവും എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം അവർ നമ്മളൊരു വഴിയിലൂടെ ക്ലാസ് വിട്ട് നടന്നു വരുമ്പോൾ തന്നെ മാഷുക്ക് ചായ എന്ന് പറയാൻ ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. അവർ ആ പൈസ കൊടുക്കാൻ മത്സരിക്കും. അങ്ങനെയൊക്കെയുള്ള ആത്മാർത്ഥത അതത്ര ആത്മാർത്ഥ. ഏറനാടിന് ഒരു സംസ്കൃതിയുണ്ട്, ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്, ചേർത്ത് പിടിക്കലിന്റെ ഒരു മനസ്സാക്ഷിയൊക്കെ ഉള്ളവരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം, ഞാൻ ഇതിൽ UDF-നെ പിന്തുണയ്ക്കുമെന്ന് പറയപ്പെടുന്ന കക്ഷിക്ക് അന്തർദേശീയ വേരുകളുണ്ട്, അന്തർദേശീയ ബന്ധങ്ങളുണ്ട്. എന്നാൽ LDF-നെ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന കക്ഷിയെ സംബന്ധിച്ച് അതൊരു പ്രാദേശിക പാർട്ടി മാത്രമാണ് എന്ന ഒരു വ്യാഖ്യാനം എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇതിന്റെ അടിസ്ഥാനം എന്താ പറയുക, ഞങ്ങളെ പിന്തുണയ്ക്കുവാണെങ്കിൽ മാന്യന്മാരും എതിരാളിയെ പിന്തുണയ്ക്കുവാണെങ്കിൽ മോശക്കാരും. ഇതാണ് CPM ആണ് കേരളത്തിൽ സമയോചിതമായി ഈ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, എട്ടുകാലി മമ്മൂഞ്ഞ്. മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ ഭീമാ പള്ളിയുടെ പടം കാണിക്കും, ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുമ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ പടം കാണിക്കും, ഹൈന്ദവ വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ പടം കാണിക്കും. ഈ 3 സാഹചര്യങ്ങളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കേരളത്തിൽ 67-ന് ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാകും. സാഹചര്യം അനുസരിച്ച് പഞ്ചായത്തിലല്ല, പാൽ സൊസൈറ്റിയിൽ പോലും ജാതി തിരികെ കയറ്റി വിജയിക്കാനുള്ള ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ അവിടം വരെ എത്തിക്കാൻ അതിന് വേറെ ഒരു പുതിയ ശാസ്ത്രം പണിയും. എത്രയോ ഇലക്ഷനുകളിൽ ഒറ്റപ്പാലത്ത് ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് അതിന്റെ അമീറിനെ വിളിച്ചുകൊണ്ട് പ്രസംഗിപ്പിച്ച ആളുകൾ അവര്. ഈ അടുത്ത കാലത്തല്ല, KR നാരായണൻ ഒറ്റപ്പാലത്ത് മത്സരിച്ച സമയത്ത് ജാതി വെറിയുടെ ഏറ്റവും നെറികെട്ട രൂപം പോലും കാണിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ആ PDPയെ പോലെ അബ്ദുൽ നാസർ മദനി ഭയങ്കര വിഘടനവാദിയാണ്, ബോംബ് അക്രമത്തിൽ നിരവധി പേരെ കൊന്ന ആളാണ്, കളമശ്ശേരി ബസ് കത്തിക്കലിന്റെ പ്രധാന പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് തിരുവനന്തപുരത്ത് പരസ്യമായി പുത്തരിക്കണ്ട മൈതാനിയിൽ സ്വീകരണം കൊടുത്ത ആളുകളാണ് CPM. അപ്പൊ അവർക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവർ മോശക്കാരും,
അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാൽ അവർ നല്ലവരും. അത് അവർ വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു കലാപരമായ ഒരു വാസനയുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതവിടെ നിൽക്കട്ടെ. അവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യം അത് നമ്മൾ ഇടുക്കിക്കാർ നേരിടുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. നിലമ്പൂരിൽ കുറെ ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങേക്ക് അറിയാവുന്ന പോലെ തേക്കും കാടും ഞാൻ ഈ ഒക്കെയായിട്ട് പറഞ്ഞ ബന്ധപ്പെട്ട 5-6 പഞ്ചായത്തുകൾ ഏതാണ്ട് അല്ല, പോത്തുകല്ല് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പുഴ ഒഴുകി വരുന്ന അന്നത്തെ ഉരുൾപൊട്ടലിൽ ശവശരീരങ്ങളും ശരീരഭാഗങ്ങളൊക്കെ അടിഞ്ഞത് ആ പുഴയിലൂടെയാണ്. അതാണ് പോത്തുകല്ലിൻ്റെ ഭാഗം. ഞാൻ അതിലേക്ക് പോയിട്ടുള്ളതാണ് പലവട്ടം. അപ്പോൾ അവിടെ ഭൂതാൻ പ്രദേശമുണ്ട് ആ പോത്തുകല്ലിൻ്റെ പുഴ കടന്ന അക്കരെ ഭാഗത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം വല്ലാതെയുണ്ട്. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ, കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിലൊക്കെ മനുഷ്യർ മരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് തന്നെ വെച്ച ഒരു പയ്യൻ 15 വയസ്സുകാരൻ മരിച്ച സംഭവം അവിടെ വല്ലാത്ത കൂടുതലൊക്കെ ഉണ്ടാക്കി. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ അവിടെ? കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ സഞ്ചരിച്ച ആ പഞ്ചായത്തുകളിലെല്ലാം മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞങ്ങൾ സഞ്ചരിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കാളികാവ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ സഞ്ചരിച്ച പോത്തുകൽ ഉൾപ്പെടെ വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ജനങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പ് വീടുകളിൽ ചെല്ലേണ്ട അവസ്ഥ. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പഠിപ്പിക്കുന്നതിന് വിട്ടുകഴിഞ്ഞാൽ കാവൽക്കാരായി മാതാപിതാക്കൾ നിൽക്കേണ്ട അവസ്ഥ. ഇന്നലെ നിലമ്പൂർ ടൗണിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. നിലമ്പൂർ ടൗണിലും പുലി ഇറങ്ങിയിട്ടുണ്ട്, ആശങ്കയോടെയാണ് ജനങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അവിടെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് പാവപ്പെട്ട കൃഷിക്കാർ പതിറ്റാണ്ടുകളായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സകലതും നശിപ്പിച്ചുകൊണ്ട് ജീവന് പോലും ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് അതിനൊന്നും ചെവി കൊടുക്കാതെ, അതിന് പരിഹാരമാർഗം ഉണ്ടാക്കാതെ ഈ സർക്കാർ, ഞാൻ പറഞ്ഞാലും ഇവർക്ക് എന്താ അവിടെ പറയാൻ അവകാശമുള്ള ഒന്നുമില്ല, വികസന കാര്യങ്ങളില്ല. അറിഞ്ഞിടത്തോളം മാധ്യമങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ വെച്ചിട്ട് ഈ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്നുള്ള വാർത്തയാണ് രംഗത്ത്. അങ്ങ് പറയുന്നത് പോലെ ഈ മേൽക്കൈ, UDFന്റെ മേൽക്കൈ വാർത്താ മാധ്യമങ്ങൾ സമ്മതിച്ചു തരുന്നില്ല. നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും പോയി നിലമ്പൂർ നിന്നാൽ അവിടുത്തെ പൾസ് മനസ്സിലാക്കാൻ പാകത്തിനുള്ള അത്രയേറെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധമുള്ള ആളല്ല ഞങ്ങൾ പോയ ആളുകളുമല്ല. പക്ഷേ നമുക്ക് ചില വർത്തമാനങ്ങളിലൂടെ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആളുകളുടെ രീതി, സമീപനങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അനുസരിച്ച് ഞാൻ സാറിനോട് ഉറപ്പിച്ച് പറയുന്നത്, 23-ാം തീയതി രാവിലെ ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10-10:30 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു 10,000-നും 15,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. ഇന്നിപ്പോൾ നമുക്ക് 2 പേരെ വെച്ച് ഒരു സംവാദമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ചർച്ചയാണ് ഇത് സത്യത്തിൽ. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമ്മൾ LDFന്റെ ഒരാളെ വെച്ചിട്ട് ഈ ചർച്ച നടക്കും. അതായത് വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഒരു ചർച്ച LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അക്കാര്യത്തിൽ സംശയമില്ല. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യത്തോട് ചോദിച്ച് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സാധാരണ നിലയിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു വിവാദങ്ങളോ ചർച്ചകളോ ഇലക്ഷൻ സമയത്തുണ്ടാവാറില്ല. അപൂർവമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇത്തവണ നിലമ്പൂരിനെ കേന്ദ്രീകരിച്ച് KR മീര, വൈശാഖൻ തുടങ്ങിയവർ LDFനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നു. അശോകൻ ചെരുവിൽ തുടങ്ങിയ ആളുകൾ, മുകുന്ദനും പറഞ്ഞിട്ടുണ്ട്. സച്ചിദാനന്ദൻ കുറെ കൂടി വ്യത്യസ്തമായൊരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം, അത് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നതാണ് പ്രധാനം, അല്ല ഇലക്ഷൻ അല്ല പ്രധാനം എന്ന്. കവി സച്ചിദാനന്ദൻ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കവിയാണ് എന്നുള്ളത് കൊണ്ടും സാഹിത്യ അക്കാദമി പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത്, പക്ഷെ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മലയാളത്തിലെ പ്രത്യേകിച്ച് ആധുനിക സാഹിത്യ രംഗത്തെ വളരെ പ്രമുഖനായ കവിയും എഴുത്തുകാരനും ലേഖകനും ഒക്കെയായ കോളേജ് പ്രൊഫസറുമായിരുന്ന കൽപ്പറ്റ നാരായണൻ സാറ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇരുപക്ഷത്തുമായി ആളുകൾ അണിനിരന്നു എന്നാണ്. ചില ആളുകൾ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നുള്ളതാണ്. അല്ല, അങ്ങക്ക് ഇതൊരു കൗതുകമായി സാറേ, ഇത് കേരളത്തിലെ ഒരു സാഹിത്യ രംഗത്തുള്ള അല്ലെങ്കിൽ കലാരംഗത്തുള്ള ആളുകളുടെ ഒരു എന്യൂമറേഷൻ നടത്തി കഴിഞ്ഞാൽ 90% പേരും അവർ ഒന്നുകിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവർക്കാണ്, അല്പം ബുദ്ധിയും ബോധവും വിവരവും ഒക്കെ ഉള്ളൂ എന്നുള്ള ഒരു പൊതു ബോധം നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല. പക്ഷേ അതിനകത്തൊരു ഇതെന്ന് വായനയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ, ലൈബ്രറികളുടെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്
അത്രയേറെ സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ല, എന്നതിനെക്കുറിച്ച് ബങ്കിം ചന്ദ്രചാറ്റർജിയും ടാഗോറും ആ സരോജിനി നായിഡു ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഉണ്ടായിരുന്ന അല്ലേ? പാർട്ടിയാണ്. പക്ഷെ അന്നേരം വേറെ അപ്പൊ ഈ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള എ കെ ഗോപാലനെ പോലുള്ള വലിയ വി കൃഷ്ണപിള്ളയെ പോലൊക്കെ ഉള്ള വലിയ ആളുകൾ, വലിയ മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളുകൾ, പാവപ്പെട്ടവരോട് വലിയ കരുണയും പ്രതിബദ്ധതയും ചേർത്ത് പിടിക്കലും നടത്തിയിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ നൂറുകണക്കിന് ബ്ലാക്ക് കാറ്റുകളുടെ കമാൻഡോകളുടെ ഇടയ്ക്ക് ഒരു 50 ആംബുലൻസിന്റെയും മറ്റിതര സെക്യൂരിറ്റിയുടെ ഇതില് നടുവിലൂടെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ കടന്നു അല്ല, പോകുന്ന ഇവരെക്കാളൊക്കെ വലിയ മാനവികവാദിയായിരുന്നു ഗാന്ധി. എന്ന് ഇല്ലേ? ചിന്തിക്കണം. ഗാന്ധിയായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല ഇവരാരെയും. ഇല്ല. പക്ഷെ ഇനി ഒന്നും കൂടെ എന്നിട്ട് അതിന് തുടർച്ച സാഹിത്യ ഞാൻ രംഗത്ത് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. നമ്മൾ കണ്ട ഹൃദയ ഭേദകമായ ചില വർത്തമാനങ്ങളുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മരിച്ചു വീണ ഒരുപാട് 1000-ഓളം ആളുകളുണ്ട് എന്നാണ്. ഭൂമിക്കടിയിൽ ഇനിയും അവശേഷിക്കുന്നവരുണ്ട്, കിട്ടിയവരുണ്ട്. അവർക്ക് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതും അതവർക്ക് കൊടുക്കാൻ പോകുന്ന വലിയ ആധുനിക രീതിയിലുള്ള ടൗൺഷിപ്പിലാണ് താമസിക്കാൻ പോകുന്നത് പറയുമ്പോഴും ഈ നിലമ്പൂരിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ ഇരു കരകളിലേക്കും വന്നടിഞ്ഞ കാലുകൾ, കൈകൾ, ശരീരഭാഗങ്ങൾ ഇതെല്ലാം കണ്ട് ദൃക്സാക്ഷിയായ ആളുകളാണ് നിലമ്പൂരിലുള്ളത്. അതൊന്നും ചർച്ചയാവുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും ആ ആളുകളുടെ കണ്ണീരൊപ്പാൻ ഒരു ചെറു കൈ പോലും പ്രവർത്തിക്കാത്ത, അവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാത്ത എം സ്വരാജിനെ പോലുള്ള ആളുകൾ അവര് ജയിച്ചു പോവുക എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ തകരാറ് സംഭവിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വളരെയേറെ സന്തോഷം. സമയം അവസാനിച്ചതുകൊണ്ടാണ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഏതായാലും വീണ്ടും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നന്ദി. പറയാൻ വളരെയേറെ കാര്യങ്ങൾ ഉണ്ട് അങ്ങേക്ക്. കാര്യം അങ്ങ് നേരിട്ട് അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും, നിരവധി കാര്യങ്ങൾ. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലമാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ മണിയാറ്റിൽ വരികയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സഹിതം പങ്കുവെക്കുകയും ചെയ്തതിന്. ഇരു മുന്നണികൾ ഒപ്പത്തിനൊപ്പം എന്ന വാർത്തകളാണ് എവിടെ നിന്നും കേൾക്കുന്നത്. എന്നാൽ എങ്ങനെയായിരിക്കും അവിടെ സംഭവിക്കുക? ഇടതുപക്ഷം ശക്തമായി അവരുടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. എം സ്വരാജാണ് സ്ഥാനാർത്ഥി. ഇപ്പുറത്ത് UDF വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി. ആര് ജയിക്കുമെന്ന് 23-ാം തീയതി നമുക്കറിയാം. ഇന്ന് ഒരാൾ മാത്രമായിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നു. ഇതൊരു സംവാദമായി മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്ത ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയുമായി നാം ചർച്ച തുടരും. നന്ദി, നമസ്കാരം.